തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7-ാം തന്ത്രത്തിലെ ഭക്തർ മാഹാത്മ്യത്തിലെ അടുത്ത ചില പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കുറിയുള്ള കായത്തിങ്കൽ കാണുന്നോരാണോ പെണ്ണോ, കുറിയറ്റ ഷണ്ടനെന്നോ ജീവനിൽ ഭേദമില്ല, ഈ ഈശനുമില്ല ഭേദമെന്ന് കണ്ണന്യേ കാണോ, കാതുകൂടാതെ കേട്ടിടീശൻ്റെ വൈഭവത്താൽ. ഈശൻ്റെ വൈഭവത്താൽ കണ്ണന്യേ കാണാൻ കഴിയും, കണ്ണില്ലാതെ തന്നെ കാണാൻ കഴിയും, കാതുകൂടാതെ തന്നെ ശബ്ദം കേൾക്കാൻ കഴിയും. ഈശൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ, ഈശൻ്റെ വൈഭവം ലഭിച്ചാൽ തീർച്ചയായിട്ടും ഒരു സാധകന് കണ്ണില്ലാതെ കാണാൻ കഴിയും, ചെവിയില്ലാതെ കാതുകൂടാതെ കേൾക്കാനും കഴിയുമെന്നാണ് പറയുന്നത്. നോക്കൂ, കുറിയുള്ള കായത്തെങ്കിൽ കാണുന്നൊരാണോ പെണ്ണോ, ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ആണെന്നോ പെണ്ണെന്നോ യാതൊരു ഭേദവുമില്ല. പിന്നെ ഷണ്ടനെന്നോ കുറിയറ്റ ഷണ്ടനെന്നോ മറ്റോ യാതൊരു ഭേദവും ജീവനില്ല. അപ്പോൾ എല്ലാ ജീവന്മാർക്കും അവകാശപ്പെട്ടതാണ് ഈശ്വര സാക്ഷാത്കാരം. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരം എന്നുള്ളത് ആണിന് അവകാശപ്പെട്ടത്, പെണ്ണിന് അവകാശപ്പെട്ടത്, ഇങ്ങനെയുള്ള ഒരു ചിന്തയും ഈശ്വരനില്ല. എല്ലാ ജീവന്മാർക്കും, ഏത് ജീവനും ഈശ്വര സാക്ഷാത്കാരം കിട്ടുക തന്നെ ചെയ്യും. അത് ആണെന്നോ പെണ്ണെന്നോ ഷണ്ടനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ, ജീവജാലങ്ങളിലുള്ള വ്യത്യാസം പോലുമില്ലാതെ പ്രപഞ്ചത്തിലുള്ള സകല ജീവന്മാർക്കും ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും. ഈശനുമില്ല ഭേദം. ഈശന് ഒരിക്കലും ജീവനോട് ഒരു ഭേദവുമില്ല. ദുഷ്ടജീവനെന്നോ ശിഷ്ടജീവനെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തരതമ ഭേദങ്ങളൊന്നും ഈശനില്ല. എല്ലാവർക്കും ഈശ്വര സാക്ഷാത്കാരം കിട്ടും. അപ്പോൾ തിരുമൂലദേവൻ പറയുന്നത് ഏതൊരു വ്യക്തിക്കും ഈശ്വര സാക്ഷാത്കാരം കിട്ടും. എനിക്ക് കിട്ടില്ല, ഞാൻ പാപിയാണ് അല്ലെങ്കിൽ ഞാൻ ദുഷ്ടനാണ് എന്ന് കരുതി ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ശ്രമത്തിൽ നിന്നൊരിക്കലും പിന്തിരിയരുത്. ഏത് രീതിയിലുള്ള മനുഷ്യനും സാധന ചെയ്യുകയാണെങ്കിൽ ഈശ്വരൻ തീർച്ചയായിട്ടും അയാൾക്ക് അനുഗ്രഹം ചൊരിയുക തന്നെ ചെയ്യും. അതോടെ കണ്ണില്ലാതെ കാണാൻ കഴിയും, അതായത് മൂന്നാം കണ്ണ് തെളിഞ്ഞ് കിട്ടും. പിന്നെ കാതില്ലാതെ ശബ്ദം കേൾക്കാൻ പറ്റും, അതായത് ബോധം തെളിയും, കാഴ്ച തെളിയും, ബോധം തെളിയും, ജ്ഞാനം തെളിയും. ഇതാണ് തിരുമൂലദേവൻ ഈ മന്ത്രത്തിൽ പറയുന്നത്. പിന്നെ നോക്കൂ, സന്യസിച്ചോർക്കുള്ളോടത്ത് ചേർന്ന് മഞ്ഞിടും, വന്ദിപ്പവന് വശനായി കൂടെ വന്നിടും, എപ്പോഴും ചിന്ത ചെയ്യുന്നവന് തന്നുള്ളമായും എപ്പോഴും ആദരിപ്പോർക്ക് ആധാരമായി നിൽക്കും. അപ്പോൾ ശിവൻ എങ്ങനെ സാധകന്മാർക്ക് വശകനാകും എന്ന് പറയണം. സന്യാസിച്ചോർക്ക് ഉള്ളത്തോടത്ത് ചേർന്ന മഞ്ഞിടും. സന്യാസിയായ സാധകന് തീർച്ചയായിട്ടും അയാളുടെ ഉള്ളത്തിൽ ശിവൻ വിളങ്ങി നിൽക്കും. അപ്പോൾ സന്യാസിമാരാണ് ഇതിൽ ശ്രേഷ്ഠന്മാർ. കാരണം അവരുടെ ഹൃദയത്തിൽ ശിവൻ എപ്പോഴും വിളങ്ങി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. സന്യസിച്ചോർക്കുള്ളത്തോടത്ത് ചേർന്ന മഞ്ഞിടും. സന്യാസിയായവരുടെ ഹൃദയത്തിൽ എപ്പോഴും ശിവൻ വസിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ വന്ദിപ്പവന് വശനായി കൂടെ വന്നിടും. വന്ദിപ്പവന്, അതായത് ശിവനെ പ്രാർത്ഥിക്കുന്നവന് തീർച്ചയായിട്ടും ശിവൻ വശഗതനാണ്. അപ്പോൾ ശിവഭക്തന് എന്താണോ ആഗ്രഹം അത് ശിവൻ നിറവേറ്റിക്കൊടുക്കും. അവൻ്റെ വശത്തായിരിക്കും ശിവൻ, അവൻ്റെ ഭാഗം തന്നെയായിരിക്കും ശിവൻ. വന്ദിക്കുക,
ശിവനെ ആരാധിക്കുക, ശിവനെ പൂജിക്കുക. അങ്ങനെയുള്ളവർക്ക് ശിവൻ എപ്പോഴും ആ ഭക്തൻ്റെ കൂടെ തന്നെ നിന്ന് ആ ഭക്തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കും. പിന്നെയോ എപ്പോഴും ചിന്ത ചെയ്യുന്നവർക്ക്, ശിവശിവ എന്ന് നിരന്തര ചിന്ത ചെയ്യുന്നവർക്ക് തൻ്റെ ഉള്ളമായി തന്നെ തീരും. അപ്പോൾ സന്യാസി വിഭാഗം പോലെ തന്നെയാണ് ഈ ഏത് സമയവും ശിവചിന്തയിൽ മുഴുകിക്കഴിയുന്നവർ. അപ്പോൾ അവരും സന്യാസിമാരാണ്. ഗൃഹസ്ഥാശ്രമി ആയിക്കൊള്ളട്ടെ, മറ്റേതാശ്രമത്തിൽ കഴിയുന്നവരായിക്കൊള്ളട്ടെ, അവരും എപ്പോഴും ശിവചിന്ത ചെയ്യുകയാണ് എങ്കിൽ അവർ സന്യാസിമാരെ പോലെയായിത്തീരും. അവർ സന്യാസിമാരായ ഭക്തന്മാരെ പോലെ അവരുടെ ഉള്ളത്തിലും ശിവൻ വസിക്കും. അപ്പോൾ സന്യാസം വേണമെന്നില്ല. സന്യാസം പോലെ തന്നെ ശ്രേഷ്ഠമാണ് എപ്പോഴും ശിവചിന്ത മനസ്സിൽ സൂക്ഷിക്കുന്നവർ. എല്ലായ്പ്പോഴും ശിവ 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 എന്ന ചിന്തയിൽ മുഴുകിക്കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും സന്യാസിമാരുടെ ഹൃദയത്തിൽ എപ്രകാരമാണോ ശിവൻ വസിക്കുന്നത്, അതേപോലെ ഈ ഭക്തൻ്റെ, ഈ ശിവചിന്തകൻ്റെ മനസ്സിലും ശിവൻ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. ഉള്ളത്തിൽ ശിവനുണ്ടായിരിക്കും. പിന്നെയോ എപ്പോഴും ആദരിപ്പോർക്ക് ആധാരമായി നിൽക്കുന്നു. എപ്പോഴും ആദരിച്ചു കൊണ്ടേയിരിക്കുക. ശിവനെ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ ആധാരമായിട്ട് ശിവൻ നിലകൊള്ളും. ആ ആധാരത്തിന് മേലെയാണ് ഈ വ്യക്തി എന്ന ആധേയം നിലനിൽക്കുന്നത്. അതായത് ശിവനിൽ തന്നെ നിരന്തരം കുടികൊള്ളാൻ ഒരു ശിവഭക്തന് കഴിയും. അതാണ് ഇവിടെ പറയുന്നത്. ശിവഭക്തൻ എപ്പോഴും ശിവ ചെയ്തുകൊണ്ടിരുന്നാൽ, ശിവ പൂജ ചെയ്തുകൊണ്ടിരുന്നാൽ ആ ശിവപൂജ ചെയ്യുന്ന സാധകൻ്റെ ആധാരമായി മാറും ശിവൻ, ഇരിപ്പിടമായി മാറും, ഹൃദയവാസിയായ ശിവൻ പരിലസിക്കും. അപ്പോൾ തിരുമൂലദേവൻ പറയുന്ന കാര്യം നോക്കൂ. അതായത് ഏതു സമയവും ശിവചിന്തയിൽ മുഴുകിക്കഴിയുക മാത്രം ചെയ്താൽ മതി. എല്ലാം ശിവനാണെന്ന് നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധകൻ്റെ, ശിവസാധകൻ്റെ ആധാരമാണ് ശിവൻ. അയാളുടെ ഇരിപ്പിടമാണ് ശിവൻ. അയാളുടെ ഹൃദയത്തിൽ എപ്പോഴും ശിവൻ വസിക്കുന്നു. അപ്പോൾ ഒരു ഭക്തന് കിട്ടുന്ന വലിയ ഉറപ്പാണിത്. എപ്പോഴാണോ ശിവചിന്ത കൊണ്ട് ഹൃദയം നിറയുന്നത്, ആ സമയം മുതൽ ശിവൻ അവൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. പിന്നെയോ ശിവഭക്തരായുള്ളവരെ സ്നേഹിച്ച് ശുശ്രൂഷിച്ചാൽ ശിവന് നേരിട്ട് ചെയ്യും പൂജകളായി തീരും. ശിവഭക്തനെ പ്രാപിച്ചാൽ, പ്രസാദം ലഭിച്ചാൽ ശിവനെ പ്രാപിച്ച് ലക്ഷ്യപ്രാപ്തി അവനെ എത്തിച്ചേരും. അപ്പോൾ ലക്ഷ്യപ്രാപ്തി എത്തിച്ചേരാൻ ശിവനെ തന്നെ പൂജിക്കണമെന്നില്ല, ശിവഭക്തനെ പൂജിച്ചാൽ മതി. ഭക്തനും ശിവനും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ശിവനെ പൂജിച്ചില്ലെങ്കിലും ശിവഭക്തനെ സ്നേഹിച്ച് ശുശ്രൂഷിച്ചാൽ ശിവൻ നേരിട്ട് ചെയ്യും പൂജകളായിത്തീരും. ശിവന് ചെയ്യുന്ന പൂജകളാണിത്. അപ്പോൾ ഒരു ശിവഭക്തനെ നിരന്തരം പൂജിച്ചു കൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ഒരു ശിവഭക്തന് നിരന്തരം സൗകര്യം ചെയ്തു കൊടുത്താൽ, ഒരു ശിവഭക്തന് ആഹാരം കൊടുത്താൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ അത് ശിവപൂജയായി മാറും. ശിവഭക്തരെ സ്നേഹിച്ച് ശുശ്രൂഷിച്ചാൽ ശിവന് നേരിട്ട് ചെയ്യും പൂജകളായിത്തീരും. അപ്പോൾ ശിവപൂജ ചെയ്യുന്നവരെ സ്നേഹിച്ച് ശുശ്രൂഷിക്കണം. അതാണ് ഒരു ശിവസാധകൻ്റെ പ്രധാനപ്പെട്ട കടമ. അപ്പോൾ ഒരിക്കലും ശിവഭക്തനെ വേണ്ട പോലെ സഹായിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഒരിക്കലും ദ്രോഹിക്കരുത്. അതുകൂടിയാണ് ഇവിടെ പറയുന്നത്. ശിവഭക്തനെ ഒരു കാരണവശാലും ഒരിക്കലും ഒരു തരത്തിലും വേദനിപ്പിക്കരുത്. ശിവഭക്തനെ വേദനിപ്പിക്കുന്നത് ശിവനെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ശിവഭക്തരെ സ്നേഹിച്ച് ശുശ്രൂഷിക്കുക. അങ്ങനെ ചെയ്താൽ അത് ശിവപൂജയായി തീരും. ശിവഭക്തനെ പ്രാപിച്ചവൻ പ്രസാദം ലഭിച്ചാൽ ശിവനെ പ്രാപിച്ചു ലക്ഷ്യപ്രാപ്തിയിലെത്തും. അപ്പോൾ ശിവഭക്തനെ അടുത്തു ചെന്ന് അവൻ വേണ്ട സ്നേഹാദരങ്ങൾ നൽകിയാൽ അവൻ്റെ പ്രസാദം ലഭിക്കും.
അങ്ങനെ ശിവനെ പ്രാപിച്ച ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ശിവഭക്തനെ ശുശ്രൂഷിക്കുന്നതിലൂടെ ശിവഭക്തൻ്റെ അനുഗ്രഹം, പ്രസാദം ലഭിച്ചാൽ തീർച്ചയായിട്ടും അത് ശിവപ്രസാദം തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ശിവപ്രസാദം തന്നെയാണ് ശിവഭക്തനെ സേവിക്കുക എന്നുള്ളത്. അപ്പോൾ ശിവഭക്തനെ സേവിക്കുന്നതിലൂടെ ശിവനെ തന്നെയാണ് സേവിക്കുന്നത്. അതുകൊണ്ട് ശിവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ശിവഭക്തനെ ശുശ്രൂഷിക്കുന്നതിലൂടെ, സ്നേഹിക്കുന്നതിലൂടെ ആ ഭക്തന് ലഭിക്കും. അപ്പോൾ ശിവഭക്തന്മാർ ആരു തന്നെയാണ്? ശിവൻ തന്നെയാണ്. ഒരു ശിവഭക്തൻ സാക്ഷാൽ ശിവൻ തന്നെയാണെന്ന് തിരിച്ചറിയുക. ശിവനും ശിവഭക്തനും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ഈ ബോധം ജനിച്ചാൽ പിന്നെ ജ്ഞാനോദയമായി. നമുക്ക് വിവേക ചൂടാമണിയിലെ കുറച്ച് ഭാഗത്തിലേക്ക് നോക്കാം. നോക്കൂ, അസത് വസ്തുക്കളിൽ നിന്നുള്ള നിവൃത്തിയാണ് വിദ്യയുടെ ഫലം. അപ്പോൾ ഒരു ശിവഭക്തനെ അല്ലെങ്കിൽ ശിവനെ പൂജിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അസത് വസ്തുക്കളിൽ നിന്നുള്ള നിവൃത്തി, തെറ്റായ മാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് ആ ശിവസാധകൻ ഉയരും. അവയിലുള്ള പ്രവൃത്തി, അതായത് അവിദ്യയുടെ ഫലവും. അസത് വസ്തുക്കളെ സ്നേഹിച്ചാൽ അവൻ അവിദ്യയിൽ എത്തിച്ചേരും. അതുകൊണ്ട് ശിവഭക്തനെ ആരാധിക്കുക. വിജ്ഞൻ്റെയും അജ്ഞൻ്റെയും പ്രവൃത്തികളിൽ ഇത് കാണാൻ കഴിയും. മരുമരീചിക മുതലായവയെ അറിയുന്നവൻ ജലത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ല. അവയുടെ അറിവില്ലാത്തവൻ ജലത്തിനായി പാഴ്വേല ചെയ്യുന്നു. ഇതല്ലാതെ ജ്ഞാനിക്ക് വേറെ എന്ത് ഫലമാണ് ലഭിക്കേണ്ടത്? അപ്പോൾ ഒരു ശിവഭക്തന് എന്ത് ഫലമാണ് ലഭിക്കുന്നത്? ഈ കാനൽ ജലം ഏതാണ്, യഥാർത്ഥ ജലം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നു എന്നാണ് വിവേക ചൂടാമണിയിൽ പറയുന്നത്. ഇങ്ങനെയുള്ള ശിവഭക്തൻ 7 ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ് വിജ്ഞാന ഭൈരവ തന്ത്രത്തിൽ പറയുന്നത്. കാശ്മീര ശൈവിസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് വിജ്ഞാന ഭൈരവ തന്ത്രം. അതായത് പാർവതിയും ശിവനും തമ്മിലുള്ള ഒരു സംവാദത്തിലൂടെയാണ് ഈ വിജ്ഞാന ഭൈരവ തന്ത്രം രൂപപ്പെടുന്നത്. അപ്പോൾ ഒരു ശിവസാധകന് 7 ഭൂമികളിലൂടെ, സപ്തഭൂമികളിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്നു എന്നാണ് വിജ്ഞാന ഭൈരവ തന്ത്രം നമ്മളോട് പറയുന്നത്. അതായത് ശിവനെ നിരന്തരം സാധന ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകങ്ങൾ, 7 ലോകങ്ങളിലൂടെയും സഞ്ചരിക്കാൻ കഴിയുന്നു. ഭൂമിയിലൂടെ മാത്രമല്ല, സാക്ഷാൽ 7 ലോകങ്ങളിലൂടെയും സഞ്ചരിച്ച് 7 ലോകങ്ങളിലെയും മഹാശിവഭക്തന്മാരെയും ശിവസാധകരെയും എല്ലാം തന്നെ ദർശിക്കാനും കഴിയുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് വിജ്ഞാന ഭൈരവതന്ത്രത്തിലെ കുറച്ച് ഭാഗത്തിലേക്ക് കിടക്കാം. വിജ്ഞാന ഭൈരവതന്ത്രം വളരെ ഗഹനമാണ്. കാശ്മീര ശൈവിസത്തിൻ്റെ ഹൃദയഭൂമിയാണത്. ഇവിടെ 7 തരത്തിലുള്ള ലോകങ്ങളെപ്പറ്റി പറയുന്നു. ഈ 7 ലോകങ്ങളിലും ഒരു ശിവസാധകന് കടന്നു ചെല്ലാൻ കഴിയും. ആദ്യത്തെ ലോകം ഭൂലോകമാണ്. അതായത് ഈ ഭൂമി, ഈ ഭൂമിയിൽ എല്ലാ ഭൗതിക കാര്യങ്ങളെപ്പറ്റി അറിവ് അവൻ ലഭിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ശിവസാധകൻ തൻ്റെ ശിവസാധന നിരന്തരം ചെയ്യുമ്പോൾ ആ സാധകന് ഭൂലോകത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ നമ്മൾ വിമാനത്തിലും അല്ലെങ്കിൽ അതേപോലുള്ള വാഹനങ്ങളിലാണ് യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിലും എത്തുന്നത്. പക്ഷേ ഈ ശിവഭക്തന് ഭൂമിയുടെ എല്ലാ ഭൗതിക കാര്യങ്ങളെ പറ്റിയുള്ള അറിവ് ലഭിക്കുന്നു. ഭൂമിയിൽ എന്തിനെക്കുറിച്ചുമുള്ള അറിവ് ഒരു ശിവസാധകന് ലഭിക്കുന്നു. അപ്പോൾ പുസ്തക വായനയിലൂടെ അല്ലാതെ തന്നെ അനുഭവജ്ഞാനം, ഭൂമിയെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും, ഭൂലോകത്തെക്കുറിച്ചുള്ള സകല അറിവുകളും ഒരു ശിവസാധകന് ലഭിക്കുന്നു. അപ്പോൾ ഗവേഷണ, നിരീക്ഷണ, പരീക്ഷണങ്ങളൊന്നും കൂടാതെ തന്നെ ഭൂമിയിലെ ഏത് വസ്തുക്കളെക്കുറിച്ചും ഉള്ള
ആ സമ്പൂർണ്ണ വിവരം, ജ്ഞാനം ഒരു ശിവഭക്തന് ലഭിക്കുന്നു. അതാണ് ശിവസാധന കൊണ്ടുള്ള ഒരു ഗുണം. ഈ ശിവസാധകൻ ഭൂമിയിലെ എല്ലാ അറിവുകളുടെ ലോകത്തിലൂടെയും സഞ്ചരിക്കുന്നവനായിരിക്കും. പിന്നെ ശിവഭക്തന് മറ്റൊരു ലോകമുണ്ട്. ഭൂമി കഴിഞ്ഞാൽ പിന്നെ ഭുവർ ലോകം, അതായത് ഭൗതിക ലോകത്തിനും ദൈവികത്തിനും ഇടയിലുള്ള ഒരു ലോകം, ഭുവർ ലോകം. ഗായത്രി മന്ത്രത്തിൽ ഓം ഭൂർഭുവ സുവഹ തത്സൗദർവരേണ്യം എന്നാണ് പറയുന്നത്. അതിലെ ഭുവയാണിത്. ഭൂയും ഭൂവയ, പിന്നെ അതിന് സുവഹ, ഇത് ദൈവിക സ്ഥാനമാണ്. ഈ അവസ്ഥയിൽ സാധകൻ എത്തിച്ചേർന്നാൽ എല്ലാ ജ്യോതിസുകളെയും കാണാൻ കഴിയുന്നു. അപ്പം സുവർ ലോകത്തിലുള്ള എല്ലാ ജ്യോതിസുകളും, എല്ലാ ജ്ഞാന ജ്യോതിസുകളെയും ദർശിക്കാൻ ഈ ശിവസാധകന് കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ശിവസാധകന് മഹർലോകത്തിലും എത്തിച്ചേരാൻ പറ്റും. മുക്തി ലഭിച്ച സിദ്ധന്മാരുടെയും ദിവ്യന്മാരുടെയും വാസസ്ഥലമാണിത്. അപ്പോൾ ഒരു ശിവസാധന ചെയ്യുന്ന ഒരു വ്യക്തി സാധനയുടെ തീവ്രമായ ഒരു തലത്തിൽ അയാൾക്ക് മഹർലോകത്തിലെ ഈ മഹാദിവ്യന്മാരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാൻ പറ്റും. അപ്പോൾ ഇത് മറ്റൊരു തരത്തിലും സംഭവിക്കാമെന്നുണ്ട്. മാനസിക വൈകൃതം കൊണ്ട് സംഭവിക്കാം, ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ തീവ്രമായ ഭക്തിയുടെ തലത്തിലും സംഭവിക്കാം. പലപ്പോഴും നമ്മുടെ ഇടയിൽ കാണുന്ന 70% പേർക്കും ഇങ്ങനെയൊക്കെയുള്ള സംവാദങ്ങളും ദർശനങ്ങളൊക്കെ കിട്ടുന്നത് ഒരു തരത്തിലുള്ള മാനസിക രോഗമാണ്. പക്ഷേ ഇതേ അവസ്ഥ തന്നെയാണ് ഒരു മഹാശിവ സാധകന് ലഭിക്കുന്ന അവസ്ഥയും. രണ്ടവസ്ഥകൾ, രണ്ട് തരത്തിലാണെന്ന് മാത്രം. ഒന്ന് മഹാജ്ഞാനത്തിൽ നിന്ന് ലഭിക്കുന്നത്, ഒന്ന് മാനസിക വൈകല്യത്തിൽ സംഭവിക്കുന്നത്. ഇവിടെ ശിവഭക്തൻ 100% ശിവഭക്തിയുള്ളവനാണെങ്കിൽ അയാൾക്ക് ഈ മഹർലോകത്തിലെ ദിവ്യന്മാരുമായി നിരന്തരമായി സംവദിക്കാൻ കഴിയും. ഇപ്പോൾ അങ്ങനെ കഴിയുന്ന ചില യോഗിവര്യന്മാരെ കുറിച്ച് നമുക്കറിയാൻ പറ്റും. ഇപ്പം നിത്യാനന്ദ ഭഗവാൻ അത് കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ സ്വാമി വിവേകാനന്ദന് ഈ ദർശനം, അദ്ദേഹത്തിൻ്റെ ചില പ്രഭാഷണങ്ങളിൽ പറയുന്നുണ്ട്, തനിക്ക് ഈ ദിവ്യ പുരുഷന്മാരുമായിട്ടൊക്കെ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞു എന്ന് സ്വാമി വിവേകാനന്ദൻ പലപ്പോഴും പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ജനലോകത്തിലെത്തിച്ചേരാൻ പറ്റും ഭക്തന്. ശിവഭക്തൻ ഋഷിമാരുടെയും മഹാതപസ്സികളും വസിക്കുന്ന ജനലോകത്തിലെത്തിച്ചേരാനും അവർക്ക് കഴിയും. പിന്നെ അടുത്ത തപലോകമാണ്. മുക്തമാക്കപ്പെട്ട ആത്മാക്കളുമായിട്ട് ഇവർക്ക് സംവദിക്കാൻ കഴിയുന്നു, ശിവഭക്തന് സംവദിക്കാൻ കഴിയുന്നു. പിന്നെ സത്യലോകം, ഏറ്റവും ഉന്നതമായ ലോകമാണ് സത്യലോകം. പരിപൂർണമായ സത്യത്തിലെത്തിച്ചേർന്നവർ. ഇവരുടെ ദർശനവും ഇവരുടെ സാമീപ്യവും ഒരു ശിവസാധകന് അവസാനം ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു ശിവസാധകൻ പടിപടിയായി ഈ 7 തലങ്ങളുടെ മുകളിലേക്ക് പോയി ഭൂലോകത്തു നിന്ന് സത്യലോകത്തിലേക്ക് എത്തിച്ചേരുന്നവരാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ മഹാശിവഭക്തന് ഭൂലോകത്തിൽ നിന്ന് സത്യലോകത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഈ 18 സിദ്ധന്മാരുടെ കഥകളിൽ പലതും ഇങ്ങനെയുള്ള കഥകൾ കൂടിയുണ്ട്. നമുക്ക് പെരിയ പുരാണം നോക്കുമ്പോഴും അതുപോലെ സിദ്ധരുടെ കാവ്യങ്ങൾ പഠിക്കുമ്പോഴെല്ലാം അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനസിക ദൗർബല്യം കൊണ്ടുണ്ടാകുന്നുണ്ട്. അത് ഒരു സാധകൻ അല്ലെങ്കിൽ ഒരു നിരീക്ഷകൻ അത് തിരിച്ചറിയണം. മഹാസാധകന്മാർക്ക് ലഭിക്കുന്ന ഈ ഗുണം ചിലപ്പോൾ ചില സാധാരണക്കാർക്ക് മനോവൈകല്യം കൊണ്ട് സംഭവിക്കുന്നതും ഉണ്ടാകാം. അതൊരു മനോവിഭ്രാന്തിയാണ്. പലപ്പോഴും നാം കാണുന്നവരിൽ പലർക്കും ഈ മനോവിഭ്രാന്തി കൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ യഥാർത്ഥ ശിവഭക്തന്മാർക്ക് അല്ലെങ്കിൽ ശിവസാധകർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള 7 ലോകങ്ങളിലെ മഹാസിദ്ധന്മാരുമായി സംവദിക്കാൻ കഴിയും.
അടുത്തിരിക്കാൻ പറ്റും, അവിടെ സംഭാഷണം കേൾക്കാൻ പറ്റും, അവിടെ ജ്യോതിസ് ഉൾക്കൊള്ളാൻ കഴിയും. ഇപ്പോൾ രമണ മഹർഷിയുടെ അടുത്തിരിക്കുമ്പോൾ ഈ അനുഭവം ഉണ്ടാകാറുണ്ടെന്ന് പല ഭക്തന്മാരും പറയുന്നുണ്ട്. അതേപോലെ മഹായോഗികളുടെ സാമീപ്യം, ഇപ്പം തന്നെ ജീവിച്ചിരിക്കുന്ന ചില മഹായോഗികളുടെ അരികിൽ ചെല്ലുമ്പോൾ തന്നെ ഈ അനുഭവം നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ ഭഗവാൻ സത്യസായി ബാബയുടെ അടുത്ത് ചെല്ലുന്നവർക്ക് ഇങ്ങനെയുള്ള ഒരുപാട് അനുഭൂതികളെല്ലാം അറിയാൻ പറ്റും. ചില സമയങ്ങളിൽ ഭഗവാൻ മറ്റു ലോകങ്ങളിലുള്ള ഇങ്ങനെയുള്ള ദിവ്യ പുരുഷന്മാരുമൊക്കെ ആയിട്ട് സംവദിക്കുന്നതിൻ്റെ ബാഹ്യമായ ചില ലക്ഷണങ്ങൾ അദ്ദേഹം കാണിക്കുന്നത് ഭക്തന്മാർക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ കൈകളൊക്കെ ആകാശത്തിലേക്ക് താനെ ഉയരുന്നു. അപ്പോൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, ഞാനത് മറ്റൊരു ലോകത്തിലെ മറ്റൊരു സിദ്ധനോട് മായി ബന്ധപ്പെടുകയായിരുന്നു എന്ന് ഭഗവാൻ സത്യസായി ബാബ ചില പ്രഭാഷണങ്ങളിൽ, പ്രത്യേകിച്ചും കസ്തൂരിയുടെ ചില ഗ്രന്ഥങ്ങളിൽ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മഹായോഗികൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു മഹായോഗിയാകാൻ ഒരു ശിവഭക്തന് വലിയ വിഷമമൊന്നുമില്ല. തസ്മാത് യോഗി ഭവാർജുന എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. ആർക്കും ഒരു യോഗിയായി തീരാൻ പറ്റും. ശിവഭക്തിയിലൂടെ, ശിവസാധനയിലൂടെ ആർക്കും ഒരു മഹായോഗിയായി തീരാനും ഈ സപ്തലോകങ്ങളിലുള്ള മഹാജ്യോതിസുകളുമായി സംവദിക്കാനുമെല്ലാം വലിയ പ്രയാസമൊന്നും ഇല്ല. അതിന് നിരന്തര ശിവസാധന കൂടിയേ തീരൂ എന്നാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. ഇതാണ് ഭക്തർ മാഹാത്മ്യത്തിൽ തിരുമൂലദേവൻ പറയുന്നത്. ഇതാ നോക്കൂ, ഇനി ഒരു ഭാഗം കൂടെ നമുക്ക് നോക്കാം. ശിവനോട് കൂടി ചേർന്ന് ശിവമയനത്രേ യോഗി, ഭവമേതിനും ആദികാരണൻ ജഗന്നാഥൻ, ഏതിനും ആദിഹേതു ശിവനെന്നോ ജ്ഞാനിയാകും, ഏതു ലോകത്തും അവൻ പരലോകത്ത് വാഴും. അപ്പോൾ ഒരു ശിവയോഗി പരലോകങ്ങളിലും വാഴുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. ശിവനോട് കൂടിച്ചേർന്ന ശിവമയനത്രേ യോഗി. ഒരു യോഗി എങ്ങനെയുള്ളവനാണ്? ശിവനോട് കൂടിച്ചേർന്ന് ശിവമയനായിത്തീരുന്നു. പിന്നെയോ ഭവമേതിനും ആദികാരണൻ ജഗന്നാഥൻ എന്ന് തിരിച്ചറിയുന്നു. എല്ലാത്തിൻ്റെയും ആദികാരണമായിട്ടുള്ളത് ജഗന്നാഥനാണെന്നറിയുന്നു. ഏതിനും ആദിഹേതു ശിവനെന്ന് ജ്ഞാനം അയാൾക്ക് ലഭിക്കുന്നു. എല്ലാത്തിൻ്റെയും ആദികാരണവും ആദിഹേതുവും ശിവനാണ്. ഏതു ലോകത്തും അവൻ പരലോകത്തും വാഴും. ഏത് ലോകങ്ങളിൽ, നേരത്തെ പറഞ്ഞ 7 ലോകങ്ങളിലും എത്തിച്ചേരാൻ ഒരു ശിവയോഗിക്ക് കഴിയും. അപ്പോൾ ശിവയോഗിയായി തീരുക, ശിവസാധനയിലൂടെ ഒരു ശിവയോഗിയായി തീരുക. എന്നിട്ട് ഈ 7 ലോകങ്ങളിലെയും ജ്യോതിസുകളെയും ജ്ഞാനത്തെയും അറിയുക, ആ അറിവിൻ്റെ അറിവായി തീരുക. അതാണ് ഒരു ഭക്തൻ, ശിവഭക്തന് അവസാനം ലഭിക്കുന്ന ഭാഗം. ശിവയോഗിയാകും ജ്ഞാനിയ വാസിക്കുന്ന ദേശം, അവിടെ നിന്ന് എല്ലാം അറിവാണതിൻ സ്വരൂപം. ഇനി പറയാണ്, ശിവയോഗി വസിക്കുന്ന സ്ഥലം, ശിവജ്ഞാനി വസിക്കുന്ന സ്ഥലം എവിടെയാണ്? ശരിക്കും ശിവലോകം തന്നെയാണ്. നവയോഗമുണ്ടായിടും സൽഗുണം വളർന്നിടും, ഭവരോഗശമനമുണ്ടായി പരലോകമായി തീരും. ഭവരോഗങ്ങൾ, അതായത് സംസാര ദുഃഖങ്ങളെല്ലാം മാറി അവൻ്റെ ജീവിതം ശിവജീവിതമായി മാറുന്നു. മാത്രമല്ല അവൻ താമസിക്കുന്ന സ്ഥലം ശിവലോകമായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഭൂമിയെ ശിവലോകമാക്കി മാറ്റാൻ ശിവസാധന ചെയ്യുന്ന ശിവയോഗികൾക്ക് കഴിയും എന്ന ഉറപ്പ് തിരുമൂലദേവൻ പറയുന്നതാണ്. അപ്പോൾ ഈ കലികാലത്ത് ദുഷ്ടന്മാർ വസിക്കുന്ന ഈ ഭൂമിയിൽ നമുക്ക് ഇതിനെ ശിവലോകമാക്കി മാറ്റാൻ പറ്റും. എങ്ങനെ? ശിവസാധനയിലൂടെ ശിവയോഗിയായി തീർന്നാൽ ഈ ലോകം ശിവലോകമായി തീരും എന്നാണ് തിരുമൂലദേവൻ നമുക്ക് ഉറപ്പ് തരുന്നത്. ഈ ഉറപ്പിൽ നമുക്ക് വിശ്വസിച്ച് ശിവസാധന ചെയ്യാമെന്നാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഇതാണ് തിരുമൂലദേവൻ്റെ ഭക്തർ മാഹാത്മ്യം, അടിയാർ മാഹാത്മ്യം. നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.
ഓം ശിവായ തിരുമൂലർ ദേവായ